നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. KPCC നിർവാഹക സമിതി അംഗമായിരുന്ന RS അരുൺരാജ്, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BS അനൂപ് എന്നിവരാണ് ബിജെപിയിലെത്തിയത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മറ്റാരാണെന്ന LDFന്റെ ചോദ്യത്തിന് ബിജെപി ആണെന്നാണ് മറുപടിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് മറുപടി നൽകും. അപ്രതീക്ഷിതമായ സീറ്റുകളിൽ ബിജെപി വിജയിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. നാടിനെ നന്നാക്കാൻ, ഈ നാട്ടുകാരുടെ ജീവിതം നന്നാക്കാൻ ആരാണെങ്കിലും കോൺഗ്രസ് എന്നാണോ CPM എന്നാണോ BJPയിൽ പങ്കെടുത്ത് BJPന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും, സ്വീകരിക്കും. നേതൃത്വം എടുക്കുന്ന തെറ്റായ തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയാണ് പുറത്താക്കുന്നതിനുള്ള റിസർച്ച് നടത്തുന്ന ഒരു പഠന കേന്ദ്രമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ തവണ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ എന്റെ നേതാക്കന്മാരും എന്റെ പ്രദേശത്തെ അല്ലെങ്കിൽ ചിറയൻകീഴിലെ ആപാലവൃത്ത ജനങ്ങളും ഞാൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കടന്നു വരുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരോട് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അവരോട് ഉറപ്പും കൊടുത്തിരുന്നു. ഈ അവസാന നിമിഷം വരെയും ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അവസാന നിമിഷമാണ് അവിടെ ഈ സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥി എല്ലാ പട്ടികജാതി സംവരണങ്ങളിലും മത്സരിക്കാൻ ഒരാളെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അവരെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും. വീണ, LDF അല്ലാതെ മറ്റാര്? ഈ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മറുപടി BJP എന്നാണ്. അങ്ങനെ ആ ഒരു ഉത്തരമാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം രചിക്കുക? ഒപ്പം ഇടതിൽ നിന്നും വലതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്, അതും BJPയിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ നോക്കി കാണാം? അശ്വതി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് BJP സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ BJPയുടെ സംസ്ഥാന ഓഫീസിൽ മാരാർജി ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനവും ഒപ്പം തന്നെ BJPയിലേക്ക് അംഗത്വമെടുത്ത മറ്റു പാർട്ടികളിലെ രണ്ടുപേരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഷോൾ അണിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി നടന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഈ കോൺഗ്രസിൽ നിന്നെത്തിയ രണ്ടുപേരാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിറയൻകീഴ് മണ്ഡലത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന BS അനൂപാണ്. അനൂപിനെ സംബന്ധിച്ചിടത്തോളം ചിറയൻകീഴിലെ സാധാരണ ജനങ്ങളുടെ അവരുടെ വികസനത്തിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നൽകിയ ഉറപ്പ്, അതായത് UDF ഐക്യജനാധിപത്യ മുന്നണിയും ഒപ്പം തന്നെ കോൺഗ്രസ് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് ലംഘിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് യഥാർത്ഥ ഒരു മുഖം, അതായത് വർഷങ്ങളായി UDFന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി അവസാനം കൈ ഒഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. പ്രവർത്തകരോടടക്കം, വിശ്വസിച്ച് നിൽക്കുന്ന പ്രവർത്തകരോടടക്കം അനീതി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആ ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഭാരതത്തിന്റെ മുന്നേറ്റത്തിനും ഒപ്പം തന്നെ നാടിന്റെ വികസനത്തിനും ഒപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ചടയമംഗലത്ത് നിന്നുള്ള BS അരുൺരാജും ഇതുമായി ബന്ധപ്പെട്ടൊരു അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം KPCCയിലെ നിർവാഹക സമിതി അംഗം കൂടിയാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി രാവും പകലും ഒക്കെ മറന്നുകൊണ്ട് ചോര നീരാക്കിക്കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തകരെ പോലും കൈയൊഴിയുന്ന ഒരു മനോഭാവം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പ്രവർത്തകർ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങളല്ല, ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്ന പ്രവർത്തനം ഒന്നും തന്നെയല്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏകാധിപത്യ മനോഭാവത്തോടുകൂടി നിർദ്ദേശങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് കോൺഗ്രസിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു തുറന്നു പറച്ചിൽ കൂടിയാണ് ഈ രണ്ടു പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് BJPയിലേക്ക് അംഗത്വം എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് സംസ്ഥാനത്തും ഉണ്ടാകാൻ പോവുകയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയത്തോടുകൂടി BJP അധികാരത്തിലേറുമ്പോൾ അത്തരത്തിലുള്ളൊരു വികസന തുടർച്ച, തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന തുടർച്ച കേരളത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ BJPയിലേക്ക് ഇന്ന് അംഗത്വം എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സജീവമായി മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് രണ്ടുപേരുടെയും തീരുമാനം. ഇവരെ സ്വീകരിച്ചതിന് ശേഷം, ഷോൾ അണിയിച്ച് സ്വീകരിച്ചതിന് ശേഷമാണ് BJP സംസ്ഥാന അധ്യക്ഷനും നേമമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നിരവധി പേർ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയിലേക്ക് എത്തുന്ന നിരവധി പേരെ നമ്മൾ കാണുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള നിരവധി പേർ വരുന്നൊരു സാഹചര്യമുണ്ട്. CC മുകുന്ദനെ പോലുള്ള LDFന്റെ അടക്കം മുതിർന്ന നേതാക്കൾ, മുൻ MLA ആയിട്ടുള്ളവർ, അത്തരത്തിലുള്ള നിരവധി പേർ BJPയിലേക്ക് എത്തുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ
ക്ഷേമത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലും മറ്റു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് വലിയൊരു ഒഴുക്ക് BJP-യിലേക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവർ ആകൃഷ്ടരായി വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ BJP-യുടെ ലക്ഷ്യങ്ങളൊപ്പം തന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നങ്ങൾ കേരളത്തിൽ സാക്ഷ്യമാക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി വരുമ്പോൾ അത് കൂടുതൽ ശക്തി ആർജിക്കുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ കൂടി രാജീവ് ചന്ദ്രശേഖർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ LDF-ന്റെ ഹോർഡിങ്ങുകളിലും ഒപ്പം തന്നെ കോടികൾ പിടിപിടിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളുണ്ട്. അതായത് നാട്ടിൽ വികസനം നടപ്പാക്കാനും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ LDF അല്ലാതെ മറ്റാരുണ്ടെന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. പല നിരത്തുകളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനിലുമൊക്കെ ഹോർഡിങ്ങുകൾ, വലിയ വലുപ്പത്തിലുള്ള ഹോർഡിങ്ങുകൾ ഇതിനോടകം തന്നെ ഇടതുപക്ഷ മുന്നണി സ്ഥാപിച്ചു കഴിഞ്ഞു. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് BJP ഉണ്ടെന്നുള്ള ഉറച്ച മറുപടി, ശക്തമായ ഒരു മറുപടി തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അല്പസമയങ്ങൾക്ക് ചേർന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ നേതാക്കൾ BJP-യിലേക്ക് വരുമ്പോൾ, മറ്റു മുന്നണികളിൽ നിന്ന്, ഇടതു വലത് മുന്നണികളിൽ നിന്ന് BJP-യിലേക്ക് വരുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന, ജാതീയ പേര് പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിക്കുന്ന പലതരത്തിലുള്ള പ്രസ്താവനകളും CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പ്രവർത്തികൾ, അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകി ഈ ജാതീയ അധിക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഒക്കെ നിലനിൽക്കും ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ വ്യക്തിഹത്യയും ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തലസ്ഥാനത്തടക്കമുള്ള 14 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടിയോ നാളെ രാവിലെയോ കൂടി ഉണ്ടാകുമെന്ന് കൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. കൂടാതെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം, ആ ഒരു ഫ്ളാഗ് ഓഫ് കർമ്മം കൂടി BJP സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചിരിക്കുകയാണ്. 50ഓളം വാഹനങ്ങളാണ് ഇനി എല്ലാ മണ്ഡലങ്ങളിലും BJP-യുടെ വികസന ലക്ഷ്യങ്ങളൊപ്പം തന്നെ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഗാനങ്ങളോടുകൂടിയാണ് ഓരോ മണ്ഡലങ്ങളിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. സജീവമായ എല്ലാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും തുടർ ദിവസങ്ങളിലും ശക്തമായ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ശ്രുതി.